നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. അനന്തപുരിക്ക് കൗമാര നോപുരം. കാൽച്ചിലങ്ക കെട്ടി കൗമാര കേരളം. 56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. 10,000-ലധികം കൗമാര പ്രതിഭകൾ അരങ്ങിലെത്തുന്ന മത്സരങ്ങൾ 232 ഇനങ്ങളിൽ. 19 വേദികളിൽ ഇനി ഒരാഴ്ചക്കാലം നിറയുന്നത് പ്രതിഭയുടെ മഹോത്സവം. കലോത്സവ വേദിയിൽ നിന്ന് ഇനി സേതുലക്ഷ്മിയുടെ റിപ്പോർട്ട്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തെ പ്രധാന വേദിക്ക് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഉദ്ഘാടന പരിപാടിക്ക് മുന്നോടിയായുള്ള നൃത്തശില്പങ്ങളുടെ ഫൈനൽ റിഹേഴ്സൽ നടക്കുകയാണ്. വൈകുന്നേരം 5:30 തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതിനു മുന്നേ തന്നെ 2:30 പാളയത്ത് നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ഇവിടെ എത്തിച്ചേരും. ഏകദേശം 6000-ഓളം കുട്ടികളാണ് ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നത്. പ്രധാന വേദിയിൽ മത്സരം ആരംഭിക്കുന്നത് ഇന്ന് മോഹിനിയാട്ടത്തോടു കൂടിയാണ്. 19 വേദികളുള്ള കലോത്സവത്തിൽ ഇന്ന് മത്സര ഇനങ്ങൾ 13 വേദികളിലാണ് നടക്കുക. മോഹിനിയാട്ടത്തിന് പുറമെ കുച്ചിപ്പുടി, ഭരതനാട്യം, തിരുവാതിര, അതുപോലെ തന്നെ പഞ്ചവാദ്യം എന്നീ ഇനങ്ങളിലാണ് ഇന്ന് മത്സരം നടക്കുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അറബിക് ഇനങ്ങളിലായി ഏകദേശം 12,000-ഓളം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. കലോത്സവത്തിന് മുന്നോടിയായുള്ള രജിസ്ട്രേഷൻ നടപടികൾ തൈക്കാട് ഗവൺമെന്റ് സ്കൂളിൽ പുരോഗമിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ ഓരോ ജില്ലകൾക്കും രജിസ്ട്രേഷനായി ഓരോ മുറികൾ അനുവദിച്ചിരുന്നു. എന്നാൽ ഇക്കുറി എല്ലാ ജില്ലകളും ഒരു റൂമിലാണ് രജിസ്ട്രേഷൻ നടപടികൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇനിയും കാലതാമസം നേരിടും, കുറച്ചും കൂടി വൈകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ MS ജയയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉദ്ഘാടനത്തിനുള്ള പരിപാടികളെല്ലാം വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഇനി ഒരാഴ്ചക്കാലം അനന്തപുരിയിൽ വർണ്ണങ്ങളുടെ നിറക്കാഴ്ച തന്നെ പെയ്തിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ മഹേഷിനൊപ്പം സേതുലക്ഷ്മി, കൗമുദി ന്യൂസ്, തിരുവനന്തപുരം. സർവകലാശാലയിൽ സംഘർഷം. ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ഹൈദരാബാദ് സർവകലാശാലയിൽ സ്ഥിതിഗതികൾ രൂക്ഷം. നിരോധനാജ്ഞ നിലനിൽക്കുന്ന ക്യാമ്പസിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. ആരോപണ വിധേയനായ കേന്ദ്രമന്ത്രി ബണ്ടാരു ദത്താത്രേയ രാജിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസും ആം ആദ്മിയും. വിദ്യാർത്ഥിയുടെ മരണത്തിൽ മോദി മാപ്പ് പറയണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. രോഹിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി മന്ത്രാലയവും അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്വേഷണ ചുമതല സെക്രട്ടറി അനിത അഗ്നിഹോത്രിക്ക്. വീണ്ടും വിജിലൻസ്. സംസ്ഥാന വിജിലൻസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂട്ടിലടച്ച തത്തേക്കാൾ മോശമെന്ന് പിണറായി. ഭരിക്കാൻ അർഹതയില്ലാത്ത ഒരു കൂട്ടം അധികാരികൾ ഇരിക്കുമ്പോൾ വിജിലൻസിന് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ബാർക്കോഴ കേസിലെ കോടതി പരാമർശത്തിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും പിണറായി വിജയൻ. അഴിമതിക്ക് വേണ്ടി വിജിലൻസിനെ സർക്കാർ രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റിയെന്ന് VS അച്യുതാനന്ദൻ. അന്വേഷണ സംവിധാനത്തെ പിരിച്ചുവിടണമെന്നും വിമർശനം. വിജിലൻസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമെന്നും അഴിച്ചുപണി ആവശ്യമെന്നും കോടിയേരിയുടെ കൂട്ടിച്ചേർക്കൽ. ജയരാജന് ജാമ്യമില്ല. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജന് വീണ്ടും തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതി തള്ളി. കേസിൽ പ്രതിയല്ലാത്തതിനാൽ മുൻകൂർ ജാമ്യം നൽകാനാകില്ലെന്ന് കോടതി. കേസിൽ CBI തന്നെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന ജയരാജന്റെ വാദം പരിഗണിച്ചില്ല. അന്വേഷണ സംഘത്തിന്റെ ശ്രമം BJPയുടെ രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കാനെന്ന ആരോപണവും തള്ളി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.